ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും? ഞങ്ങളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. ഞങ്ങളിന്ന് അത്യാവശ്യമായിട്ട് ഞങ്ങളെ നാട് വരെ ഒന്ന് വന്നതാട്ടോ. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് പട്ടാമ്പിയാണ്. അപ്പം ഞങ്ങൾക്കൊരു ബാങ്കിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. മോളെ സ്കോളർഷിപ്പ് അക്കൗണ്ടിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പട്ടാമ്പി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് അക്കൗണ്ട് ചേർന്ന ബ്രാഞ്ചിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ എന്ന്. ജോയിൻ്റ് അക്കൗണ്ടായിട്ടാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വന്നിട്ട് ടോക്കനൊക്കെ എടുത്തിട്ട് അവിടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ടോക്കൺ വിളിച്ചപ്പോൾ അവർ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് അത് KYC വെരിഫിക്കേഷൻ ചെയ്യണം, അപ്പോൾ എന്നാലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കയ്യിൽ ആധാറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അവളെയും ആധാറൊക്കെ ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഫോമൊക്കെ പൂരിപ്പിച്ച് അവിടെ കൊടുത്താലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെയ്യട്ടെ വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു മലബാർ മേള പറഞ്ഞിട്ടൊരു മേള കണ്ടത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്ന് അതിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് നോക്കി. എന്നിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ അത്യാവശ്യമുള്ളത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ മേടിച്ചു. പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലത്തെ ഏതോ ഒരു പുസ്തകം തോഫിമോള് മേടിക്കാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളേജിലത്തെ ലൈബ്രറിയിൽ നിന്ന് മേടിച്ച് വായിച്ചാൽ മതി, വായിച്ചാൽ പോരേന്ന് ചോദിച്ചു അവളടുത്ത്. അങ്ങനെ ശരിയെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഴയന്നൂർ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴയന്നൂർ ബാങ്കിലെത്തിയിട്ടോ. എന്നിട്ട് ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്ത് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്, പട്ടാമ്പിയിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. പിന്നെ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.